ഇന്ന് നമ്മുടെ കൂടെയുള്ള വാഹനം ഏതാണെന്ന് കാണാം. ഇഗ്നിസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ പ്രൈസൊക്കെ മാറി അറിയാം. ഓരോ വേരിയൻറ്റിൻ്റെയും പ്രൈസും അതേപോലെ ഫീച്ചേഴ്സും ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് സെക്കൻഡ് വേരിയൻ്റാണ് ഈ കിടക്കുന്നത്. ബേസ് മോഡൽ മുതൽ തന്നെ പറഞ്ഞു, സിഗ്മ എന്ന വേരിയൻറ്റ്. നേരത്തെ മാനുവൽ വേരിയൻറ്റ് 7 ലക്ഷം രൂപയാണ് ഓൺ റോഡ് വന്നിരുന്നത്. നിലവിൽ നമുക്ക് 642 ഇറക്കാനായിട്ട് പറ്റും. ഈ കിടക്കുന്ന സെക്കൻഡ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ 764 വന്നിരുന്ന പ്രൈസ് നിലവിൽ 7 ലക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. തേർഡ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ 8,32,000 കിടന്ന പ്രൈസ് 748 മാറിയിട്ടുണ്ട്. ആൽഫ എന്ന ടോപ്പ് എൻഡ് മാനുവൽ ആണെങ്കിൽ 9,08,000 കിടന്ന പ്രൈസ് 8,16,000 മാറിയിട്ടുണ്ട്. ഇത്രയും ഞാൻ പറഞ്ഞത് മാനുവൽ വേരിയൻസിൻ്റെ പ്രൈസാണ്. ഇനി ഓട്ടോമാറ്റിക്കലി നമ്മൾ കടന്നു കഴിയുമ്പോഴോ ഡെൽറ്റ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഈ കിടക്കുന്ന വേരിയൻറ്റ് മുതൽ 8,22,000 കിടന്ന പ്രൈസ് 7,53,000 മാറിയിട്ടുണ്ട്. സീറ്റ് ആണെങ്കിലോ 8,90 കിടന്ന പ്രൈസ് 8 ലക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആൽഫ ആണെങ്കിലോ 9,66 കിടന്ന പ്രൈസ് 8,67,000 മാറിയിട്ടുണ്ട്. എല്ലാ മാസവും നമുക്കൊരു 30,000-35,000 രൂപ റേഞ്ചിൽ ക്യാഷ് ഓഫർ വരാറുണ്ട്. അപ്പം നിലവിൽ ഞാൻ പറഞ്ഞല്ലോ ബേസ് മോഡൽ 642 പ്രൈസ് വരുന്നത്. അതിൽ നിന്നൊരു 30,000 രൂപയ്ക്ക് ഓഫർ ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഓൺ റോഡ് വിലയിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ കിടക്കുന്ന വേരിയൻറ്റിന് ഒരു 70,000 രൂപ നിലവിൽ കൊടുത്താൽ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. 5 വർഷമാണെങ്കിൽ ഒരു 13 റേഞ്ചിലും 7 വർഷമാണെങ്കിൽ ഒരു 9,800 റേഞ്ചിലുമാണ് ഇതിന് EMIയും കാര്യങ്ങളും വരുന്നത്. ജസ്റ്റ് ഫീച്ചേഴ്സ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അത് ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല കേട്ടോ പറയാനായിട്ട്. അത്യാവശ്യം വേണ്ടുന്ന മിനിമമായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. ഇപ്പം ഗ്രില്ലൊക്കെ നോക്കിയാൽ കുറച്ച് ക്രോം എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്ത് കുറച്ച് ഗ്ലോസി ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. നോർമലി വന്ന ഹാലജൻ ടൈപ്പ് തന്നെയാണ് എല്ലാ യൂണിറ്റും കമ്പനി കൊടുത്തിട്ടുള്ളത്. 15 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ്. അലോയ് വീൽ കിട്ടില്ല കേട്ടോ ഈ ഒരു വേരിയൻറ്റിൽ. വീൽ കപ്പാണ് കൊടുത്തിട്ടുള്ളത്. മിററിൽ ടേഡ് ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽ ബോഡി കളറും പിന്നെ ഒരു റൂഫ് റെയിൽ കൂടി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫംഗ്ഷനിങ് തന്നെയാണ് ആ ഒരു റൂഫ് റെയിൽ വരുന്നത്. അത്യാവശ്യം ക്ലാഡിങ്സും ഒക്കെ സൈഡിലായിട്ട് കാണാം. അകത്തേക്ക് ജസ്റ്റ് വരാം. അകത്തേക്ക് വരുന്നതിൽ 4 ഡോർ പവറിൻ്റെ ഉണ്ട്. മിറർ ഇലക്ട്രിക്കലി കൺട്രോളിംഗ് ഓപ്ഷൻ വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾസ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ഇൻഫോർമേഷൻ സിസ്റ്റം 2D ആണ് നൽകിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞ വാഹനം. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഒക്കെ വരുന്നുണ്ട്. എന്നൊരു ബ്ലാക്ക് കളർ തീമിലാണ് ആ ഒരു സീറ്റ് കവറൊക്കെ നൽകിയിട്ടുള്ളത്. ഡാഷ്ബോർഡ് നോക്കിയാൽ ബ്ലാക്കും വൈറ്റ് കളറിൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത്. പ്രൊഫൈലിംഗ് നമ്മൾ വരുന്ന സമയത്ത് ഒരു 3 പേർക്ക് അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. വേറെ റിയർ AC വെൻ്റോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി കൊടുത്തിട്ടില്ല. പിന്നെ റിയർ പ്രൊഫൈലിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് വരാം. ഈ ഒരു സ്പോയിലർ ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നതാണ്. വേറെ ഡീഫോഗ് ലൈൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിൽ നൽകിയിട്ട് അത്യാവശ്യം ഗ്ലോസി ഫിനിഷൊക്കെ വരുന്നുണ്ട്. 260 ലിറ്റർ ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ പാഴ്സൽ ട്രെയും 60-40 സ്പ്ലിറ്റിംഗ് കമ്പനി കൊടുത്തിട്ടുണ്ട്.